പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിലെ ഏറ്റവും വാത്സല്യനിധികളായ ദൈവമക്കളെ, രക്ഷാകരമായ ഒരു കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം ചായ്ച്ച് ഭൂമിയിലിറങ്ങി വന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശു മശീഹായുടെ പിതൃസന്നിധിയിലുള്ളതായ ബലിയർപ്പണത്തിൻ്റെ നാളുകളിലേക്ക് അടുത്തു വരുമ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ നൊമ്പനുഭവം അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മോശയും ഏലിയായും പഴയ നിയമകാലത്തിൽ എടുത്തതായ നോമ്പനുഭവം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ കാണിച്ചു തന്നതായ നോമ്പനുഭവം അത് പിശാചിനെ ജയിക്കാൻ വേണ്ടി ആണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ബലിയർപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന കുഞ്ഞാട്, ആ കുഞ്ഞാട് ഏറ്റെടുത്തതായ ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പിശാചിനെ ജയിപ്പാൻ തക്കവണ്ണം ലോകപരമായി ശരീരത്തെ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടത്തിവിടുവേണ്ടതിലേക്ക് ഭക്ഷണത്താൽ ക്രമീകരിച്ചു. ആത്മാവിനെ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിലേക്ക് ധ്യാനാത്മകമായ ജീവിതം നയിച്ചും ബലപ്പെടേണ്ടതുണ്ട്. നമ്മുടെ യേശു തമ്പുരാനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 4:1. അതെന്തിനാണെന്ന് ചേർത്ത് പറയുന്നുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. പലപ്പോഴും മനുഷ്യർ പറയും, ദൈവം തമ്പുരാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നു വിചാരിച്ചില്ല, എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ആരെയും ഒരു നാളും പരീക്ഷിക്കുന്നില്ല. അപ്പം പരീക്ഷിക്കുന്നത് സാത്താനാണ്. നമ്മുടെയൊക്കെ ആത്മീയമായ ആ കാഴ്ചപ്പാടുകളെ പരീക്ഷിച്ചറിയാൻ ഇറങ്ങിപ്പുറപ്പെട്ടേക്കുന്നത് പിശാചാണ്. അപ്പോൾ പിശാച് പരീക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ തോറ്റുപോകാതിരിക്കേണ്ടതിന് കർത്താവ് പറഞ്ഞു തന്നു എൻ്റെ പ്രതിവിധി, നോമ്പാലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവില്ല. അപ്പോൾ പിശാച് പരീക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ തോറ്റുപോകാതിരിക്കേണ്ടതിന് ബലം പ്രാപിപ്പാൻ നോമ്പും ഉപവാസവും ഏറ്റവും അനുഗ്രഹകരമായി തീരുകയാണ്. നമ്മുടെ കർത്താവ് നോമ്പെടുത്ത് കാണിച്ചു തന്നു 40 ദിവസം. അപ്പോൾ അപ്പോസ്തലന്മാർ ഉപവസിച്ചിരുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അപ്പോസ്തലന്മാരും ഉപവാസത്തിലൂടെ കടന്നുപോയവരാണ്. അത് തുടർന്ന് നമ്മുടെ പരിശുദ്ധ സഭയുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്നത്, അനേകം പ്രാർത്ഥനകൾ ചൊല്ലിത്തന്നതും അവർ ചൊല്ലിയതും നമ്മെ പഠിപ്പിച്ചതുമായ പ്രാർത്ഥനകൾ ചേർത്ത് കാലങ്ങളായി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. മാർക്കൗമ ഓർ ശമോൻ ദുസ്തുനോ തുടങ്ങിയ പിതാക്കന്മാരെല്ലാം ദൈവസന്നിധിയിൽ നിന്നും തൂണുമേൽ നിന്നുമൊക്കെയും പ്രാർത്ഥിച്ചുവെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ
ഈ കാലഘട്ടത്തിലെ പുണ്യപ്പെട്ട പിതാക്കന്മാരെല്ലാവരും, പരിശുദ്ധന്മാരായ പിതാക്കന്മാരെല്ലാവരും അവരുടെ ജീവിതത്തെ വിശുദ്ധിയുടെ തലത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി നോമ്പെടുക്കുകയും ഉപവസിക്കുകയും ദൈവ പദ്ധതികളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരുടെ ജീവിതങ്ങളെ ഇന്ന് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ടി കാണിച്ചു തരികയായിരുന്നു. നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നീ ചെയ്തെടുക്കേണ്ടത് എന്തെല്ലാം, നാം മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ക്രമീകരിച്ച് തരുന്നതാണ് നോമ്പുകളും ഉപവാസങ്ങളും. ആ നോമ്പ് ഉപവാസത്തിലൂടെ ചില ആത്മീയമായ വഴിയുള്ള കുറവുകളെ നികത്തുവാനും അത് നമുക്ക് പ്രയോജനപ്പെടുത്തും. കൊലോസ്യർക്കുള്ള ലേഖനം അത് പൗലോസ്ലീഹ എഴുതുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വചനം പറയുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 24-25 വാക്കുകളിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൽ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. എന്നോടെ വായിച്ച് കേൾക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളുടെ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു ക്രൂശിൽ കഷ്ടത അനുഭവിച്ച് കുറവായിപ്പോയെന്നാണോ? അല്ലല്ലോ. അവൻ പൂർണ്ണമായി നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്നതാണ്. അവസാനം പ്രാണനെ വിട്ട് കടന്നുപോയി. ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ചു. സ്വർഗാരോഹണം ചെയ്ത് സകലർക്കു വേണ്ടിയും ഭവനമൊരുക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകൾ പൂർണ്ണമായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ള, എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നമ്മൾ പങ്കാളികളായിട്ടുള്ളതിൽ കുറവായിട്ടുള്ളത്. എത്രത്തോളം നമുക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ അനുരൂപരാകാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ഒരു നോമ്പുകാലം എന്ന് പറയുന്നത് ആരംഭത്തിൻ്റെ പെത്രത്വയിലെ ആഘോഷവും, അതല്ലെങ്കിൽ ദുഃഖവെള്ളിയിലെ സമൃദ്ധമായൊരു കഞ്ഞികുടിയും, അതുമല്ലെങ്കിൽ ഈസ്റ്റർ ദിവസത്തിലെ ആഘോഷപരമായ അതിൻ്റെ ആനന്ദവുമായിരിക്കും പലരും ഉള്ളത്തിൽ കാണുന്നത്. പക്ഷെ അതല്ല. ഒരു കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിൽ എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കഷ്ടതയിൽ എനിക്കെത്രത്തോളം പങ്കുകാരാകാൻ പറ്റി, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ പറ്റി. അക്കാലഘട്ടത്തിലല്ല ഞാൻ ജീവിച്ചതല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം എത്രത്തോളം പങ്കുകാരാകാൻ സാധിക്കുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ഇപ്പം പൗലോസ്ലീഹ ഏറ്റെടുക്കുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയാകുകയാണ്. എന്തു പൂരിപ്പിക്കാൻ? കർത്താവ് തലയാകുന്ന സഭയാകുന്ന ആ ശരീരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി. അപ്പം ചില കഷ്ടതകൾ ഏറ്റെടുക്കൽ, ഓരോരുത്തരെയും വ്യക്തിപരമായ ചില നോമ്പനുഭവങ്ങളും ഉപവാസങ്ങളും ഒത്തിരി പേരുടെ ജീവിതത്തിൽ ചലനങ്ങൾ കൊണ്ടുവരും. കുടുംബത്തിലെ മാതാപിതാക്കന്മാരെടുക്കുന്ന നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ആഴം കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിൽ വരും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ നോമ്പൊന്നും വലിയ പ്രശ്നമല്ല, നോമ്പെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചൊല്ലുവിളിക്ക് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും പറഞ്ഞും പഠിപ്പിച്ചും പോകുന്നില്ലെങ്കിൽ നാളെ നമ്മളുടെ കയ്യിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അവരതെങ്ങനെ പരിചയിച്ചെടുക്കും? അവർക്ക് പരിചിതമല്ലാത്തൊരു ശീലത്തിലേക്ക് അവർക്ക് എങ്ങനെ പോകാനിടയാകും? ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം
പലപ്പോഴും ഭവനങ്ങളിലൊക്കെയും ഭവനകൂദാശകൾക്കോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷകൾക്കോ ചെല്ലുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന യൗവനക്കാരുടെ ശരീരഭാഷയും അതിനോടനുബന്ധപ്പെട്ട് നിൽക്കുന്ന മാനസിക നിലയെ എന്തെന്നുമൊക്കെയും കാഴ്ചയിലൂടെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നിപ്പോകാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് എങ്ങനെ നിൽക്കണമെന്ന് പോലും അറിയാത്ത യൗവനക്കാരുടെ കാലഘട്ടമായത്. ആ കുടുംബത്തിൽ പെട്ടതുകൊണ്ട് കളത്തിൽ നിൽക്കും, പക്ഷേ എങ്ങനെ അതിനോട് സമരസപ്പെട്ട് നിൽക്കാം, എങ്ങനെ അതിൽ പങ്കാളികളാകാം എന്നെക്കുറിച്ചൊരു രൂപവും പലർക്കുമില്ല. ഇനി രൂപമില്ലെന്ന് മാത്രമല്ല, ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിവാക്യം ചൊല്ലാൻ പോലും നമ്മളെ കുഞ്ഞുങ്ങളിൽ അധികം പേർക്കും അറിയത്തില്ല. ഇനി അവരെ കുറ്റം പറയേണ്ട, അവരുടെ മാതാപിതാക്കളും പലപ്പോഴും ഇതുവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള മാതാപിതാക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം അത് ഈ കുടുംബത്തിലെ ശീലമാണ്, മക്കൾ പഠിക്കേണ്ടതും പഠിക്കേണ്ടിയിരിക്കുന്നതുമാണെന്നും. പക്ഷെ അതും ഉണ്ടാകാറില്ല. ഒരു പക്ഷേ അച്ഛനും കപ്പിയാരും നിന്ന് ഇത് ചൊല്ലി തീർത്ത് പോരും. ഇതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ ദൈവീകമായ പദ്ധതിയുടെ ശീലങ്ങൾ ഇളം തലമുറകൾക്ക് നാളെ പ്രയോജനപ്പെടണമെന്നാഗ്രഹിക്കുമ്പോഴാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ദൈവീക കൽപ്പനകളുടെ താല്പര്യത്തിന് നിൽക്കുന്നു എന്ന് വരുന്നത്. അപ്പോൾ ഒരു നോമ്പെടുക്കുക, ഉപവസിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ ഞാൻ ദൈവം തമ്പുരാനോട്, കർത്താവായ യേശു ക്രിസ്തുവിനോട്, പരിശുദ്ധാത്മാവൻ ദൈവത്തോട്, സത്യേക ദൈവത്തോട് കീഴടങ്ങി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു നോമ്പനുഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശുമരണത്തിൽ യഥാർത്ഥമായ പങ്കാളിത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കും. അതിനു വേണ്ടിയാണ് നാം നോമ്പെടുത്ത് നിൽക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതുപോലെ ഒരു നോമ്പ് ഉപവാസത്തിൽ നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യണമെന്ന്, എന്തെല്ലാം ചെയ്യരുത് എന്ന് ഒക്കെയും കർത്താവ് പലപ്പോഴും പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായി ശ്ലീഹയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലൊക്കെയും ചില കാര്യങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞു പോയിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ അരുത് 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 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്തിനാ? ഈ അരുതുകളിലൂടെ പോയാലാണ് നിൻ്റെ ജീവിതം പ്രകാശത്തിലേക്ക് വരത്തുള്ളൂ. ഈ അരുതുകളിലൂടെ പോയാലാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിലേക്ക് എത്തത്തുള്ളൂ. ഈ അരുതുകളിലൂടെ കടന്നു പോയാലാണ് കർത്താവിൻ്റെ പ്രസാദവർഷം നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. അതിൽ 1-ാമത്തെ കാര്യം പ്രകാരം പറയുകയാണ്, 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരു അരുത് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പം ഒരരുത് പറയാണ്, മനുഷ്യൻ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യരുത്. മനുഷ്യനെ കാണിക്കാൻ ചെയ്യരുത്. പലപ്പോഴും ഈ കാലഘട്ടത്തിലെ പ്രകടനമൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ. മറ്റുള്ളവർക്ക് സന്തോഷം തോന്നണം, മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നണം, എൻ്റെ പ്രവൃത്തിയെ അവർ ശ്ലാഘിക്കണം, എൻ്റെ ഇടപെടലിൻ്റെ ഗുണം കൊണ്ടാണ് അതിനൊരു ക്രമീകരണം ഉണ്ടായെന്ന് പറയണം. അത് കേൾക്കാനും കേൾപ്പിക്കാനും വേണ്ടിയ പലപ്പോഴും മനുഷ്യൻ പ്രവർത്തിക്കുന്നെന്ന് ചിലതെല്ലാം കാണുമ്പോൾ തോന്നിപ്പോവും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ലോകത്തിൽ നീതി ഏതൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ, പിതൃസന്നിധിയിൽ അതിന് പ്രതിഫലമില്ല. അപ്പം മനുഷ്യനെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൽ വലിയ ഗുണമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. അത് നോമ്പാകട്ടെ, ഉപവാസമാകട്ടെ, മനുഷ്യനെ കാണിക്കേണ്ടതിലല്ല, കർത്താവിൽ പ്രീതിയുണ്ടാകാൻ. വീണ്ടും പറയുന്ന 2-ാമത്തെ ഭാഗം നമ്മുടെ ഈ നോമ്പിനോടുള്ള ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. നോമ്പുകാലം വരുമ്പോൾ നമ്മൾ നേർച്ച കൊടുക്കും, വഴിപാട് കൊടുക്കും, നേർച്ചകൾ നടത്തും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. നമുക്കെല്ലാവർക്കും താല്പര്യം അതാ. പലപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്താൽ 10 പേരെ അറിയണം, അത് പറ്റിയൊരു ഫ്ലക്സൊക്കെ കെട്ടി വെക്കണം ചിലർക്കൊക്കെ.
അതിൽ പത്രത്തിലൊരു പരസ്യമൊക്കെ കൊടുക്കണം. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തോടെ ചേർന്ന് നിൽക്കില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് എങ്ങാനും ആരെങ്കിലും പറയേണ്ടിടത്തുനിന്ന് പറയാതെ പോയാൽ പിന്നെ പറഞ്ഞ് പറയിപ്പിക്കാനൊരു പരിശ്രമം, അല്ലെങ്കിൽ പറയാൻ പറ്റാതെ അബദ്ധത്തിൽ വിട്ടുപോയാൽ പിന്നീട് അതിൻ്റെ മേലൊരു പരിഭവം, അല്ലെങ്കിൽ പ്രകടമായ രോക്ഷപ്രകടനം പലപ്പോഴും ഇത് കാണാൻ പറ്റും. കർത്താവ് പറയുന്നു, നീ ഭിക്ഷ കൊടുക്കുന്നെങ്കിൽ, നീ ചാരിറ്റി ചെയ്യുന്നെങ്കിൽ, മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെക്കുറിച്ച് പറയുന്ന ആരെക്കുറിച്ചാണ് പറയുന്നത്? കപടഭക്തിക്കാരെന്ന അങ്ങനെ കാഹളം ഊതിക്കുന്നവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഗണത്തിലേക്ക് വരരുതെന്ന് കർത്താവ് പറയുകയാണ്. എൻ്റെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഊതിച്ചപ്പോൾ തന്നെ തീരുമാനമായി. കാഹളം ഊതിച്ചപ്പോൾ, വിളിച്ച് പറയിപ്പിച്ചപ്പോൾ, ബഹളമുണ്ടാക്കിയപ്പോൾ തീരുമാനമായി. കാരണം നാം ഉദ്ദേശശുദ്ധിക്കൊത്തവണ്ണം നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തി പറഞ്ഞു. എന്നിട്ട് നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ പറയുകയും ചെയ്യും. പലപ്പോഴും അത് വാക്കാൽ പറയും, തമാശയായിട്ടത് കൊട്ടുകളയും. വീണ്ടും പറയുന്ന ഒരു അരുത് മറ്റൊന്നിതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഒന്നാമത്തെ പറഞ്ഞു, നീതി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നീതിയായിട്ട് അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളമൂതിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നൊമ്പനുഭവത്തിലാണെന്നും ഉപവാസ തലത്തിലാണെന്നും വരുമ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളത് ആകരുത് എന്ന് പറയുക. വളരെ വ്യക്തമായി കുറച്ച് അധികം ഭാഗത്ത് കർത്താവ് പറയുന്നത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ വീട്ടിനകത്ത് പുരക്കകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കാണാം. പക്ഷേ എപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്കതിന് പറ്റത്തില്ല. എന്നാൽ ഏകാഗിയായി നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുള്ള ഓട്ടത്തിൻ്റെ നടുവിൽ ഒരല്പനേരം കണ്ടെടുത്ത് മനസ്സുകൊണ്ട് നീ അകത്ത് കയറി ഞാനും എൻ്റെ കർത്താവും തമ്മിൽ ഒരു ബന്ധം വീണ്ടും വീണ്ടും സ്ഥാപിച്ചെടുക്കേണ്ടതിലേക്ക് രഹസ്യത്തിൽ കയറി അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നോമ്പനുഭവം അങ്ങനെയാകട്ടെ. രഹസ്യത്തിലുള്ള കർത്താവിനോട് രഹസ്യമായി പ്രാർത്ഥിച്ച് വ്യക്തിപരമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു ജീവിതാനുഭവം നോമ്പനുഭവത്തിലൂടെ ലോകത്തെ കാണിക്കാം, ദേവാലയത്തിൽ കാണിക്കാം, സമൂഹത്തിൽ കാണിക്കാം. ജനമെല്ലാം കണ്ടു തൃപ്തിപ്പെട്ടു. പക്ഷെ പ്രാർത്ഥിക്കപ്പെട്ടവൻ ആരാണോ ആ ഉടയ തമ്പുരാൻ്റെ ശ്രദ്ധയിൽ നാം പെട്ടില്ലെങ്കിലോ? ചിന്തിച്ചു നോക്കിയേ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെന്നില്ലെങ്കിലോ? ഉയരത്തേക്ക് ഉയരുന്ന സുഗന്ധധൂപം പോലെ എൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം മനസ്സൊരുക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങണം. 3 കൂട്ടമാണ് പറഞ്ഞത്. നീതി പ്രവർത്തിക്കുന്നത് ജനം കാണാൻ വേണ്ടി മാത്രമാകരുത്. ഭിക്ഷ കൊടുക്കുന്നത് കാഹളം ഊതിക്കാനാകരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. വീണ്ടും 4-മതൊരു കാര്യം, ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. 6:16 വിശുദ്ധ മത്തായി. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. അങ്ങനെ വാടിയ മുഖം കാണിക്കുന്നെങ്കിൽ അത് കപടഭക്തിക്കാരൻ്റെ ലക്ഷണമാണ് എന്ന് കർത്താവ് പറയുന്നു. വാസ്തവമായി ഉപവസിക്കുന്നെങ്കിൽ അവൻ്റെ മുഖം പ്രകാശിക്കും. എന്തെന്നാൽ അവന് വേണ്ട കൃപകൾ, ശാരീരികമായ ഒരു ബലം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അത് മനസ്സിൻ്റെ സന്തോഷമായി, മനസ്സിൻ്റെ ആനന്ദമായി ഓരോരുത്തരിലേക്കും ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഓരോ നോമ്പനുഭവവും ഓരോ ഉപവാസത്തിൻ്റെ വഴികളും ദൈവസന്നിധിയിൽ നിന്ന് നമ്മിലേക്ക് കൃപ ഒഴുകുന്ന നീരുറവകളാണ്. ദൈവത്തിൽ നിന്ന് ദൈവകൃപയൊഴുകുന്ന നീരുറവകളാണ് യഥാർത്ഥമായൊരു നോമ്പും യഥാർത്ഥമായ ഒരു ഉപവാസവും. അപ്പം കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്.
അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അല്ലേ? രഹസ്യമായി കാണുന്ന കർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നീ കിടന്നുറങ്ങാൻ പോകുന്ന വരെ നിൻ്റെ പിന്നാലെ നിന്നോട് കൂടെ സഞ്ചരിച്ച കർത്താവ്, കിടന്നുറങ്ങാൻ നീൻ്റെ കിടക്കപ്പായിലേക്ക് ചെല്ലുന്ന നേരം മുതൽ ഉറക്കമെഴുന്നേറ്റ് വരുന്നിടം വരെ നമ്മുടെ കട്ടിലിന് കാവലിരിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ മുമ്പിൽ നിൻ്റെ മുഖം ലോകപരമായ ചിന്തകളിലേക്കോ ലോകപരമായ ആഘോഷങ്ങൾ നടുവിലേക്കോ പോകാതിരിക്കാൻ പരിശ്രമം. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന കർത്താവാണ്. അപ്പോൾ ചില അരുതുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും പറയുന്നു, 5-ാമത്തെ കാര്യം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ 6:19, നീ നിക്ഷേപം സ്വരൂപിച്ച് വയ്ക്കുന്നത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. 5-ാമതൊരു കാര്യം പറയുന്നു, ഒരരുത്. ഈ ഭൂമിയിലെ നിക്ഷേപം നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്ക് കൊള്ളാം, പക്ഷേ ആ കൊള്ളാമെന്ന് പറയുന്ന നിക്ഷേപം യഥാർത്ഥമായി അനുഭവിക്കാനുള്ളൊരവസരം നമുക്ക് ലഭിക്കുന്നുവെങ്കിലാണ് അതൊരു കൊള്ളാം എന്ന വിധത്തിലേക്കാകുന്നുള്ളൂ. പലർക്കും കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിലും നിസ്സഹായർ പോയ ആളുകളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു. ഒരിറ്റ് ശ്വാസം കിട്ടാൻ വേണ്ടി പിടഞ്ഞ ലക്ഷക്കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടു. ജീവനൊന്ന് പിടിച്ചു കെട്ടാനായിട്ട് ചങ്കിടിച്ച് പാഞ്ഞ കാലങ്ങളിലും നമ്മൾ കടന്നുപോയി. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിട്ട് ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി, ഒരു റൊട്ടി പാക്കറ്റിനു വേണ്ടി കൈ നീട്ടി ആകാശത്തിലൂടെ പോയ ഹെലികോപ്റ്റർ നോക്കി നിന്ന ജനതയും നമ്മൾ കണ്ടു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അകറ്റി നിർത്തിയ സാഹചര്യത്തിൽ ജീവിച്ചു പോയ ചിലരെങ്കിലും ആരാണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല, എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല, വിശപ്പിന് കിട്ടുന്ന ഭക്ഷണം എവിടെയെന്ന് അന്വേഷിച്ച് കരം നീട്ടി നിൽക്കുന്ന നമ്മൾ കണ്ടു. ഇവിടെ പറയുന്നു, പുഴുവെടുക്കുന്ന, തുരുമ്പെടുക്കുന്ന, ആവശ്യ സമയത്ത് പ്രയോജനപ്പെടാത്ത ഈ ലോകപരമായ നിക്ഷേപങ്ങളിൽ നിൻ്റെ മനസ്സ് നീ വയ്ക്കണ്ട. പിന്നെ എവിടെ? തുരുമ്പെടുക്കാത്ത, പുഴുവെടുക്കാത്ത, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാൻ വയ്യാത്ത വിധത്തിൽ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിപ്പീൻ. അവിടെ സ്വരൂപിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതിயின் പ്രകാരമാകണം. ആ കർത്താവിൻ്റെ ആ പദ്ധതിயின் പ്രകാരം നമ്മുടെ നിക്ഷേപങ്ങളെ കർത്തൃസന്നിധിയിൽ സ്വരൂപിക്കുമ്പോൾ നമ്മുടെ ആവശ്യമറിഞ്ഞ് സമയാസമയങ്ങളിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എന്ന് അത് മനസ്സിലാക്കിയ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളുടെ സകല പൂർത്തിക്കായും ക്രമീകരിച്ച് മടക്കിത്തരും. അത് ഈ ലോക ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്കും നിത്യജീവിതത്തിൻ്റെ ആഘോഷപരമായ അനുഭവത്തിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കും. അതിന് ഈ നോമ്പുകാലത്തെ ജീവിത അനുഭവം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ നോമ്പും ഓരോ ഉപവാസവും എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു തമ്പുരാൻ എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചതിൽ അതിൽ ഞാൻ പങ്കാളി ആകുന്നു എന്ന നല്ല ബോധ്യത്തോടെ ഈ നോമ്പനുഭവം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി സർവ്വവിധമായ ദൈവിക കൃപകളും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. But